വേണ്ട, ഈ കളരിക്കൽ ഡൊമിനിക്കോട് തായം പിടിച്ചാൽ തെയ്യം തുള്ളിക്കും ഞാൻ. ഒക്കെ ഞാൻ അറിയുന്നുണ്ടേ. ഓവേ, അപ്പനക്കറി ഇപ്പാന്ന് വിളിക്കല്ലേ. ഒക്ടോബർ എന്നൊരു മാസം ഉണ്ടെങ്കിൽ അതിൽ 30 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. ഇല്ലേ 31-ാം തീയതി ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ഡൊമിനിക് പ്രസന്റേഷൻ. ഡൊമിനിക് അച്ചായ ലാൻഡഡ്. How are you, my boys? ജിജോ, ഡൊമിനിക് അച്ചായ വന്നിട്ടുണ്ട്. Behave yourself, please. പറഞ്ഞോട്ടെ എന്നതായി കാര്യങ്ങള്? എത്ര എണ്ണം കംപ്ലീറ്റ് ആയി? 3. എന്റെ ഈശോയെ, അപ്പൊ ഇനി 5 എണ്ണോ? മക്കളെ, കളരിക്കൽ പിക്ചേഴ്സിന്റെ ആൽബം ആണേ ഇത്, അല്ലാതെ ഹോളിവുഡിലെ യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെതല്ലേ. ബഡ്ജറ്റ് നോക്കണ്ടായോ? ബഡ്ജറ്റ് എന്ന് കരുതി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും വേണ്ട. ജിൽ ജില്ലെന്നാവണം ഓരോ സോങ്ങും. അതെ, സമയമെടുക്കും, അത് അച്ചായനറിയാം. ഓരോ സൃഷ്ടിക്കുമുണ്ടല്ലോ അതിന്റേതായ ഒരു ഡ്യൂറേഷൻ. നോ പ്രോബ്ലം, ടേക്ക് യുവർ ഓൺ ടൈം. ബഡ്ജറ്റ് എന്നാ ബഡ്ജറ്റ്? പോകാൻ പറ. എവിടെ മൈ ഡിയർ ജിജോ? ഞാനിവിടെ ഉണ്ട് അച്ചായ. പൊന്നുമോൻ രാവിലെ മധ്യമേഖലയിലാണല്ലോ. എത്ര മണ്ഡലം കഴിഞ്ഞു? ഇല്ല ചായ, ഇന്നലെ രാത്രിയിലെ സംഗീത ലഹരിയാ. ഇത് എന്നാത്തിന്റെ ലഹരിയാണെന്ന് മനസ്സിലാക്കാനുള്ള പഴഞ്ചോറെ ഈ അച്ചായന്റെ ഹെഡ് ടോപ്പിലുണ്ട് കേട്ടോ. നമ്പർ വിട്ടേക്കടാ മോനെ. വന്നല്ലോ. ശ്രുതിയെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയതാ, മോക്ക് സുഖാന്നോ? തുടങ്ങി. ഇതേതല്ലാന്നോ? BSNL, എസ്കോട്ടൽ, എയർടെൽ, പിന്നെ നമ്മുടെ അംബാനിയുടെ ഈശോയെ, ഇതൊരു ഹിമാലയൻ കുരിശാന്നല്ലോ. ഇപ്പൊ എന്നതാ ചെയ്യുന്നേ? താങ്കൾ വിളിച്ച കളരിക്കൽ ഡൊമിനിക്ക് ഇപ്പോൾ കളരിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്താണ്. അതുമല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ദയവായി നാളെ ഉച്ച കഴിഞ്ഞ് വിളിക്കുക. ചില സമയങ്ങളിൽ എല്ലാ എല്ലിനും ഒരെല്ല് കൂടുതലാ. പ്രതികരണശേഷി ഇല്ലാണ്ടിരുന്നോട്ടെ. നമുക്ക് നമ്മുടെ കാര്യം. ജിജോ, ഫിക്സ് ചെയ്ത ട്യൂണുകളൊക്കെ ഒന്ന് കേൾക്കണമല്ലോ. എന്റെ കോൺട്രിബ്യൂഷൻ വല്ലതും വേണമെന്ന് കാവാലോ. അതിനെന്താ, കേൾക്കാലോ. ഷൂട്ടിംഗ് അടുത്ത മാസം തുടങ്ങണം. ഒത്തു വന്നാ ചിലപ്പോ പാരീസിലെ കാസിനോകളും ഫാഷൻ സ്ട്രീറ്റുകളും ഒക്കെ ആവും നമ്മുടെ ലൊക്കേഷൻ. അച്ചായോ, ദുരുദ്ദേശമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലയോ, ക്വാളിറ്റി അത് കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ടാ. നിങ്ങൾക്ക് ഇപ്പൊ വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ചേഞ്ച്. എന്തിനാ ചേഞ്ച് ആക്കുന്നേ? ചെക്ക് തന്നെ പിടിച്ചോ. എത്രയാ വേണ്ടേ? കാര്യങ്ങളൊക്കെ ഉഷാറായില്ലേ? ബാങ്കിൽ ചെല്ലുമ്പോ ബൗൺസ് ആവും, പറഞ്ഞേക്കാം. അയ്യോ അച്ഛാ, കാശിന്റെ കാര്യമല്ല. പിന്നെ എന്നതാ കാര്യം? ഇവിടുന്ന് ഒരു ചേഞ്ച്. ഇനിയുള്ള സോങ്സ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി ചെയ്തല്ലെന്ന് ആലോചിക്കാം. ഇവിടെ ഇപ്പൊ എന്നതാ ഒരു കുഴപ്പം? മന്ത്രിക്കുന്ന തെങ്ങോല തലപ്പുകൾ, മനം മയക്കുന്ന മന്ദമാരുത്, കൊഞ്ചിക്കളിക്കുന്ന കായലോളങ്ങൾ, കളകൂജനം പൊഴിക്കുന്ന ആലിലെ കുരുവികൾ. കണ്ടില്ലേ? എനിക്ക് പോലും ഇവിടെ വന്നപ്പോ കവിത വരുവാ. അല്ലേ തന്നെ അടുത്ത മാസം അവസാനം വരെയുള്ള പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞതാ. ഇവിടെ നിന്ന് ഒരു ചേഞ്ചും വേണ്ട. ഇന്ന് നാളെ ഞാൻ നിങ്ങളോടൊപ്പാ. നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. ആദ്യം ഒരു ബോട്ട്, അതും ഹൈ സ്പീഡ് തന്നെ ആയിക്കോട്ടെ. എന്നാ പറയണോ? ബോട്ടിങ്ങിനൊന്നും ഞാനില്ല. കരയിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേ എനിക്ക് പേടിയാ. പിന്നെ എന്റെ നടുക്കൂടെ, അതും ഹൈ സ്പീഡില്. അതെന്നതാ, സ്വിമ്മിങ് അറിയത്തില്ലയോ? തീരെയില്ല, എന്നെ വിട്ടേക്ക്. എനിക്ക് സ്വിമ്മിങ് തീരെ അറിയത്തില്ല. പക്ഷെ നമ്മള് പോകുന്നത് ബോട്ടിങ്ങിനല്ലയോ, സ്വിമ്മിങ്ങിനല്ലല്ലോ. ഇല്ല അച്ചായ. എന്നാ വേണ്ട, ബോട്ടിംഗ് ക്യാൻസൽ. ഈറ്റിംഗ് ആയിക്കൂടെ? ഓൺലി ചെക്ക്, നോ ക്യാഷ്. യെസ്, ഹലോ. കൾച്ചറും മാനേഴ്സും ഇല്ല. വിളിച്ചിട്ട് മിണ്ടാതിരിക്കാം. ഇതുപോലെ പലപ്പോഴും ഉണ്ട്. ഞാനാ എടുത്തതെങ്കിൽ കേക്കായിരുന്നു. നല്ല ചില കമന്റ്സ്. ചിലപ്പോ രസം തോന്നും, ചിലപ്പോ ചെരുപ്പൂരി അടിക്കാനും. ഞാൻ പറഞ്ഞിട്ടില്ലേ ലാൻഡ് ഫോണിലേക്ക് വിളിക്കരുതെന്ന്? സെൽ ഓഫ് ചെയ്തിരിക്കല്ലേ, പിന്നെ പറയുന്നത് കേക്ക്. 2 ദിവസം, അത് കഴിഞ്ഞ സത്യായിട്ടും പോകും. എന്നിട്ട് മതി ഈ വിളിയും കാണലും ഒക്കെ. എവിടെ വേണോ പോയിക്കോ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ പോവാണല്ലേ? നിന്റെ അമ്മയാ പറയുന്നത്. നീ അനുഭവിക്കൂടി, അനുഭവിക്കും. സൗദാമിനി മതി, അവള് പോയിക്കോട്ടെ. ഇപ്പൊ ഈ ചെയ്യുന്നത് ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോയിക്കോളൂ. പിന്നെ ദുഃഖിക്കാൻ ഇടവരരുത്.
മോനെ അടങ്ങി നിൽക്ക്. ഒരാഴ്ചയല്ലേ കുളിച്ചിട്ട് കഴുതക്കുട്ടി. എന്താ മിസ്റ്റർ സത്യനാഥില്ലേ? ഇല്ല, രാവിലെ പോയല്ലോ. എപ്പോ വരും? എപ്പോ വേണേലും വരാം. കാര്യം എന്താ? അയാളോട് പറയേണ്ട കാര്യം ഇയാളോട് പറഞ്ഞാ മതിയോ? അല്ല, ആരോട് എന്താ പറയാനുള്ളത്? മനോഹരം പൊയ്ക്കോളൂ. പറയാനുള്ളത് സത്യനാഥിനോടാ, നിന്നെ കുറിച്ച്. എന്നെ കുറിച്ചോ അതോ ജിജോയെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ചോ? ശ്രുതി, നീ ഇവിടെ വരുമെന്നും ഞങ്ങളെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ സത്യനാഥനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്നെ കുറിച്ച്. നീ എന്റെ അടുത്ത കൂട്ടുകാരിയാ, എന്റെ കൂടെ സംഗീതം പഠിച്ചവളാ. ഇടയ്ക്കിടെ നിന്റെ മെന്റൽ ബാലൻസ് തെറ്റും. പിന്നെ എല്ലാവരെയും സംശയമാ, സ്വന്തം അച്ഛനെയും അമ്മയും പോലും. പിന്നെ നോർമൽ ആകുമ്പോ ചെയ്തതും പറഞ്ഞതും എന്തൊക്കെയായിരുന്നു എന്ന് നിനക്കറിയില്ല. അമ്മയെ സംശയിച്ച അച്ഛനോട്, അച്ഛനെ സംശയിച്ച അമ്മയോട്, അങ്ങനെ വട്ടുമൂത്ത് വീട്ടിൽ നിന്നിറങ്ങിയവളാ നീ എന്ന്. അല്ല, നിനക്ക് ശരിക്കും വട്ടില്ലേ എന്നൊരു സംശയം. നിന്റെ എല്ലാ സംശയവും മാറ്റാം. സത്യനാഥ് വന്നോട്ടെ. സത്യനാഥ് വന്നാൽ നീ പോവും ഈ വീട്ടിന്ന്. പഴയ ഹോംനെസിന്റെ യൂണിഫോം കളഞ്ഞിട്ടില്ലല്ലോ, അത് വേണ്ടിവരും നിനക്ക്. യു ആർ നോട്ട് എ നഴ്സ്, യു ആർ എ കേഴ്സ്. എന്താ ഈ നേരത്ത്? പകൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേണ്ടെന്ന് വെച്ചിട്ട് ഈ നേരത്ത്. കഴിഞ്ഞ 3 ദിവസമായി ജിജു എന്നോട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്നെ കണ്ടതായി പോലും ഭാവിച്ചിട്ടില്ല. അതിനെന്തെങ്കിലും കാരണം കാണും. ഉവ്വ്, ഞാൻ സാന്ദ്രയെ കണ്ടത് അവള് പറഞ്ഞു കാണും. അതെ, സത്യാനനെ കണ്ടിരുന്നെങ്കിൽ നീ എന്തു പറയുമായിരുന്നു? അയാൾ ഈ കാര്യം അറിഞ്ഞാൽ അവളെ ഇറക്കി വിടുമായിരിക്കും. എനിക്കും അതാണ് ആവശ്യം. സാന്ദ്ര എന്റെ കൂടെ ജീവിക്കും. എന്റെ ജീവിതത്തെക്കുറിച്ച് ജിജുക്കൊന്നും പറയാനില്ലേ? എനിക്ക് ജിജു മാത്രമേ ഉള്ളൂ. എന്റെ മുഴുവൻ മനസ്സും സ്നേഹവും ഞാൻ ജിജോയ്ക്ക് തന്നിട്ടുണ്ട്. തരാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ ശരീരം. ഇതാ, അതും എടുത്തോളൂ. ജിജോയ്ക്ക് അതാണ് ആവശ്യം. അതിനുവേണ്ടി ജിജു ഇനി ഒരിക്കലും അവളുടെ അടുത്ത് പോവരുത്. ശ്രുതി, നീ കരുതുന്ന പോലെ ഞാനൊരു സെക്സ് ലൂനാറ്റിക് അല്ല. ആയിരുന്നെങ്കിൽ ഇതിനോടകം എത്രയോ തവണ നീ എന്നോടൊപ്പം കിടന്നേനെ. തെറ്റായൊരു വാക്കോ പ്രവൃത്തിയോ ഇന്നോളം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഞാനും സാന്ദ്രയും തമ്മിലുള്ള ബന്ധം വെറും സെക്സ് അല്ല. അത് നിനക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല. വാ, പോയി കിടന്നുറങ്ങ.